സങ്കല്പ ബ്രാക്കറ്റ് ചിന്താ നിരോധവും വിചാരസാധനയും രണ്ടും വേദാന്ത സാധനകളാണല്ലോ. തീർച്ചയായിട്ടും സങ്കല്പ നിരോധം അഥവാ വൃത്തി നിരോധം തീർച്ചയായിട്ടും ശമതമാഭ്യാസം ശീലിക്കുന്ന സാധകൻ പ്രാഥമിക തലത്തിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരാരംഭഘട്ടം മാത്രമാണ്. സങ്കല്പ നിരോധം ചെയ്ത് അമർത്തി വെച്ചതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അത് വിചാരസാധനയിൽ മുന്നോട്ട് പോകുന്ന ദശയിൽ പ്രാഥമിക തലത്തിൽ അനുഷ്ഠിക്കുന്ന ഒരു ക്രമം മാത്രമാണ്, അല്ലാതെ അത് ആത്യന്തിക സാധനയല്ല. അതുകൊണ്ടാണ് മുൻപ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, സമ്പൂർണ്ണ വൃത്തി നിരോധ ലക്ഷണമായ യോഗവും വൃത്തിസ്ഥമായ അറിവും രണ്ടാണ്. ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ശീലിക്കുക തന്നെ വേണം. കാരണം ഇന്ദ്രിയ മനസ്സുകളുടെ നിയന്ത്രണത്തിലൂടെ മാത്രമേ തത്വവിചാരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റൂ. പക്ഷേ അത് ആത്യന്തിക സാധനയല്ല. ഇത് രണ്ടും ഒരു സാധകൻ ഒരുമിച്ച് അനുഷ്ഠിക്കുന്നത് എങ്ങനെ? വിചാരസാധന അന്യവിചാരങ്ങളെ നീക്കി തത്വവിചാരത്തിൽ മനസ്സിനെ ഉറപ്പിക്കുന്നതാണ്. വൃത്തി നിരോധം എന്ന് വേദാന്ത ശാസ്ത്രത്തിൽ പറയുമ്പോൾ അത് സമ്പൂർണങ്ങളായ സകല വൃത്തികളെയും നിരോധിക്കുകയല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണം പറഞ്ഞാൽ ഈ ശമം അല്ലെങ്കിൽ ദമം, ഇവയ്ക്ക് വിശദീകരണവും നിർവചനവും തരുന്ന ആചാര്യൻ പലപ്പോഴും പ്രാഥമിക തലത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇന്ദ്രിയ നിഗ്രഹമാണ് ദമം, മനോനിഗ്രഹമാണ് ശമം എന്നൊക്കെ പഠിക്കും. എന്നൊരു പറയാം, ഇന്ദ്രിയ നിഗ്രഹമാണ് ദമം, മനോനിഗ്രഹമാണ് ശമം എന്നൊക്കെ പഠിക്കും. അവിടെ വലിയൊരു കുഴപ്പമുണ്ട്. കാരണം ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി നിഗ്രഹിക്കണം എന്നങ്ങ് തെറ്റിദ്ധരിക്കും നമ്മൾ. അതുകൊണ്ട് ആചാര്യൻ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. ശ്രവണാദി വ്യതിരിക്ത വിഷയേഭ്യോ ഇന്ദ്രിയാണാം നിഗ്രഹ ദമ, ശ്രവണാദി വ്യതിരിക്ത വിഷയേഭ്യോ മനസഃ നിഗ്രഹ ശമ. ശ്രവണാദി വ്യതിരിക്ത വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതാണ് ദമം, മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ് ശമം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും വെച്ചാൽ, ഇങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല വെച്ചാൽ നിഗ്രഹവും വിചാരവും ഒന്നിച്ചു പോവില്ല എന്ന് നമ്മൾ വിചാരിക്കും. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, ഗുരുനാഥൻ വേദാന്തം പഠിപ്പിക്കാൻ തുടങ്ങി. തുടക്കത്തിലാണല്ലോ അധികാരി ഒക്കെ ചിന്തിക്കുക. വേദാന്ത പഠനത്തിൽ ആദ്യമാണ് അധികാരി ആരാന്ന് ചിന്തിക്കേണ്ടത്. അധികാരി, വിഷയം, സംബന്ധം, പ്രയോജനം. ഇതാണ് അനുബന്ധ ചതുഷ്ടയം. അധികാരീച വിഷയ സംബന്ധശ്ച പ്രയോജനം ശാസ്ത്രാരംഭ ഫലം പ്രാഹുർ അനുബന്ധ ചതുഷ്ടയം. ഇത് ചിന്തിച്ചിട്ടാണ് വേദാന്തം തുടങ്ങുക. അപ്പൊ അധികാരി ആരാന്ന് ചിന്തിച്ചപ്പോ വിവേകം, വൈരാഗ്യം, ശമം, ദമം, ഉപരതി, ദിദിക്ഷ, ശ്രദ്ധ, സമാധാനം, മുമുക്ഷുത്വം ഇത്യാദി സാധനങ്ങളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഗുരുനാഥൻ ഇന്ദ്രിയ നിഗ്രഹമാണ് എന്ന് പറഞ്ഞു. അന്ന് ക്ലാസ് നിർത്തി, സമയം കഴിഞ്ഞു. ബാക്കി നമുക്ക് നാളെ പഠിക്കാം. അങ്ങനെ പിറ്റേന്ന് ഗുരുനാഥൻ സമയത്തിന് വന്ന് തയ്യാറായിരുന്നപ്പോൾ ശിഷ്യനില്ല, ശിഷ്യൻ വരുന്നില്ല. ഗുരുവിന് വിഷമായി. ശിഷ്യനെവിടെ? ഒരു ദിവസം കൊണ്ട് അവൻ ജ്ഞാനിയായി പോയോ? എന്താ അവനെ കാണാത്ത? അങ്ങനെ ഗുരുനാഥൻ പോയി എഴുന്നേറ്റ് കുറേ നേരം കാത്തിരുന്നു, ശിഷ്യൻ വരുന്നില്ല. അപ്പോൾ ഗുരുനാഥൻ എഴുന്നേറ്റ് പോയി ശിഷ്യൻ്റെ അടുത്ത് പോയി കണ്ടുപിടിച്ചു. എവിടെയുള്ളത്? ഞാൻ അവിടെ ഉണ്ടല്ലോ, അഹമസ്മി സദാഭാവി, ഞാൻ എപ്പോഴും ഇവിടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നീ എന്താ ക്ലാസ്സിൽ വരാഞ്ഞ്? ഗുരു, അങ്ങയുടെ ഉപദേശം ഞാൻ അനുസരിച്ചതാണ്. എന്താണ്? ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുന്നത് അഭ്യസിക്കാൻ പറഞ്ഞില്ലേ? അപ്പം ഞാൻ തീരുമാനിച്ചു കേൾക്കണ്ടാന്ന്. ചെവി എന്നുള്ള ഇന്ദ്രിയത്തെ ഞാൻ നിഗ്രഹിച്ചു, കണ്ണെന്നുള്ള ഇന്ദ്രിയത്തെ നിഗ്രഹിച്ചു, ഗുരുനാഥനെ കാണണ്ടാന്ന് നിശ്ചയിച്ചു. അപ്പൊ ശരിയല്ലേ ശിഷ്യൻ പറഞ്ഞേ? ഇന്ദ്രിയ നിഗ്രഹാണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ തെറ്റിദ്ധാരണയാപ്പതേ.
അപ്പൊ അവിടെ എന്താ അർത്ഥം? അപ്പൊ ശ്രവണവിരുദ്ധമായ വൃത്തികളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ വിഗ്രഹിക്കുക എന്ന് വിശദമായി പറഞ്ഞു കൊടുക്കണം. അത് പറയാത്തതിന്റെ കുഴപ്പമാണ്. അല്ല പിന്നെ എന്തിനാ നമുക്ക് കണ്ണ് തന്നെ കാണാനല്ലാതെ, എന്തിനാ നമുക്ക് ചെവി കേൾക്കാനല്ലാതെ, എന്തിനാ നമുക്ക് മൂക്ക് മണക്കാനല്ലാതെ? അതൊന്നും നിരോധിക്കേണ്ട ആവശ്യമില്ല. സത്യവിചാരത്തിൽ നിന്ന് വിരുദ്ധമോ വിഭിന്നമോ ആയ പന്ഥാവിലേക്ക് അവ പോകാതെ അവയെ നിഗ്രഹിക്കുക എന്നേ അർത്ഥമുള്ളൂ. അതുകൊണ്ട് ഈ ചിന്താനിരോധം, സങ്കല്പ നിരോധം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ നിരോധം അല്ല. അങ്ങനെയാച്ചാൽ പിന്നെ നമ്മൾ കല്ല് പോലെയായി പോവില്ലേ, പാറ പോലെയായി പോവില്ലേ? ശരി.